നിങ്ങൾക്കറിയാമോ എന്താണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ? വരൂ നമുക്ക് നോക്കാം. എൻ്റെ പേര് അർമിത ബാബു. ഞാൻ ആൽഫ പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായി വർക്ക് ചെയ്യുന്നു. വ്യത്യസ്തമായ പഠന രീതികളും പഠനതന്ത്രങ്ങളുമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. 3-3.5 വയസ്സ് മുതൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുവാൻ സാധിക്കുന്നു. ഇനി നമുക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഏരിയൽ സ്കിൽസ് അഥവാ സെൽഫ് ഹെൽപ്പ് സ്കിൽസ്. ഒരു കുട്ടി ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ബ്രഷിംഗ്, ടോയ്ലറ്റിംഗ്, ബാത്തിങ്, ഗ്രൂമിംഗ്, ഇവയിലെല്ലാം ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് ട്രെയിനിങ് കൊടുക്കുവാൻ സാധിക്കുന്നു. അടുത്തതായിട്ട് മോട്ടോർ സ്കിൽസ്, ഫൈൻ മോട്ടോർ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസിൽ ട്രെയിനിങ് കൊടുക്കുന്നു. അടുത്തതായിട്ട് വരുന്നതാണ് അക്കാഡമിക് സ്കിൽസ്. അതിൽ ഫസ്റ്റ് വരുന്നത് പ്രീ റൈറ്റിംഗ് ആൻഡ് പ്രീ റീഡിംഗ് സ്കിൽസ്. അതിൽ അറ്റൻഷൻ, ഐ കോണ്ടാക്ട്, സിറ്റിംഗ് ടോളറൻസ്, ഐഡൻറ്റിഫിക്കേഷൻ. നെക്സ്റ്റ് റൈറ്റിംഗ്, റീഡിംഗ്, അരിത്തമെറ്റിക്, മെഷർമെൻറ്റ്, മണി കോൺസെപ്റ്റ്. ഇവയിലെല്ലാം ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് ട്രെയിനിങ് കൊടുക്കുവാൻ സാധിക്കും. ഇതുകൂടാതെ ഡാൻസ്, മ്യൂസിക്, ആർട്ട്, ക്രാഫ്റ്റ് ഇത്തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ കൂടി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് ട്രെയിനിങ് കൊടുക്കുവാൻ സാധിക്കുന്നു. ഡൗൺ സിൻഡ്രോം കുട്ടികളെ സംബന്ധിച്ച് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വളരെ അത്യാവശ്യമായ ഒന്നാണ്. അവരുടെ മൈൽ സ്റ്റോൺസുകൾക്ക് ഡിലേ ഉള്ളതിനാൽ 3 ഇയേഴ്സിൽ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഡൗൺ സിൻഡ്രോം കുട്ടികളിൽ ഓരോ കുട്ടികളിലും IQ ലെവൽ വ്യത്യസ്തമാണ്. ഓരോ കുട്ടികളെയും അസസ് ചെയ്ത് അവരുടെ മോട്ടോർ കമ്മ്യൂണിക്കേഷൻ ഏരിയാസ് മനസ്സിലാക്കി അവർക്ക് IEP അഥവാ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം പ്ലാൻ ചെയ്ത് ഏർലിയിൽ തന്നെ അവർക്ക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ അവരെ നമുക്കൊരു നോർമൽ സ്കൂളിലേക്ക് അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലേക്ക് നമുക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. തെറാപ്പികളിലൂടെ മാത്രം നമുക്ക് കുട്ടികളെ മാറ്റുവാൻ സാധിക്കുകയില്ല. അവരുടെ വീട്ടിലും അതുപോലെ തന്നെ സമൂഹത്തിലും അവരെ അംഗീകരിച്ചാൽ മാത്രമേ നമുക്കവരെ നോർമൽ ലൈഫിലേക്ക് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി നമ്മളിൽ ഒരാളായി അവരെ കണ്ട് നമുക്കവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു.